ஆஃபர் சொல்லி மாடலிங் ஆஃபர் தந்து அபிதா கூப்பிட்டு போய் என்ன விற்கிற மாதிரி பிளான் பண்ணிட்டாங்கன்னா ഓക്കെ സോ ഇനി നിങ്ങൾ ലീഗലി മൂവ് ചെയ്ത് പോവാത്ത പക്ഷം ഞാൻ ഒരു വീഡിയോ ഇടാനോ റിയാക്ട് ചെയ്യാനോ ഒന്നും ഒരു കമന്റ് കൂടി ഞാൻ ഇടാനില്ല. ഇത്രയും നേരവും പേര് പറഞ്ഞ വ്യക്തികളെ ഫാഷൻ കൊറിയോഗ്രാഫറായ അമീൻ റഷീദിനെതിരെ ഗുരുതരമായ ആരോപണവുമായി ഒരു പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. മോഡലിംഗ് എന്ന് പറഞ്ഞ് അബുദാബിയിലെ ഡാൻസിംഗ് ബാറിൽ കൊണ്ടുപോയി തന്നെ വിൽക്കാൻ ശ്രമിച്ചു എന്നാണ് മഹാലക്ഷ്മി എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിനിയായ പെൺകുട്ടി ആരോപിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് അമീൻ റഷീദ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഇയാളുടെ ഒരു റീൽ വീഡിയോ ഞാൻ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഹലോ, ഇതാണ് അമീൻ റഷീദ്. കുറെ പേരൊക്കെ ഇതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് ഇനി പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ആക്ച്വലി ഇത് കുറച്ച് വൈഡായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2-3 പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഒന്ന് JK എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്, മറ്റൊന്ന് അജ്മൽ TS എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇവരെല്ലാവരും ഈ ഫാഷൻ മോഡലിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. ഈ JK എന്ന് പറയുന്ന ആള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമീനെതിരെ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായ പോസ്റ്റുകളും വീഡിയോകളും ഇടുന്നുണ്ട്. അമീനിന്റെ കീഴിൽ മോഡലിംഗ് പഠിക്കാൻ എത്തുന്ന പെൺകുട്ടികളെ അയാൾ UAE-ലുള്ള ഡാൻസ് ബാറുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. എന്താണ് JK അടക്കമുള്ള ആളുകൾ അമീനെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. അത് ശരിവെക്കുന്ന രീതിയിലായിരുന്നു മഹാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പ്രതികരണം വന്നത്. ഈ മഹാലക്ഷ്മി പണ്ട് അമീന്റെ കീഴിൽ മോഡലിംഗ് ചെയ്തിട്ടുള്ള ആളാണ്. അബുദാബിയിലെ ഡാൻസ് ബാറിൽ ജോലിക്ക് പോകാൻ അമീൻ തന്നെ നിർബന്ധിക്കുന്നു എന്നാണ് മഹാലക്ഷ്മി പറയുന്നത്. മഹാലക്ഷ്മി അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് വൈഡായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. സോ നമുക്ക് ആദ്യം ഒന്നിൽ നിന്ന് തുടങ്ങാം. കേരളത്തിലെ മോഡലിംഗ് ചെയ്യുന്ന പെൺകുട്ടികളൊന്നും സേഫ് അല്ല. മോഡലിംഗ് കമ്പനികൾ അവരെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അമീൻ ചെയ്ത ഒരു വീഡിയോയിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. കേരളത്തിലെ മോഡൽസ് ആരും ഇപ്പോൾ ഇവിടെ സേഫ് അല്ല. ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ചിലപ്പോൾ നാളത്തെ ഏറെ നിങ്ങളായിരിക്കാം. ₹1 പോലും രജിസ്ട്രേഷൻ ഫീ തരേണ്ട നിങ്ങളെ ഞങ്ങൾ മോഡൽ ആക്കിക്കോളാം എന്നാണ് അവരുടെ വാഗ്ദാനം. മോഡൽ ആകണമെന്ന ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു കൂട്ടം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില മോഡലിംഗ് ഏജൻസികൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എല്ലാ ഏജൻസികളെ പറ്റിയുമല്ല പറയുന്നത്, 100-ൽ 20 പേരെ പറ്റി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. മാസങ്ങളോടെ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റോക്ക് ചെയ്ത് നിങ്ങൾക്ക് മോഡലിംഗ് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളത്തെ ടാർഗറ്റ് നിങ്ങളായിരിക്കും. നിങ്ങളുടെ റീൽസ് എല്ലാം അടിപൊളിയാണെന്നും നിങ്ങൾക്ക് നല്ല റീച്ച് ഉണ്ടെന്നും നിങ്ങൾക്ക് നല്ല ഫേസ് വാല്യൂ ഉണ്ടെന്നും പറഞ്ഞാണ് നിങ്ങൾ ആ ഫസ്റ്റ് അപ്രോച്ച് വരുന്നത്. അതിനുശേഷം ഞങ്ങളുടെ കമ്പനിയിലേക്ക് നിങ്ങൾ ഒഫീഷ്യൽ മോഡലായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാ മാസവും ത്രൂ ഔട്ട് ബ്രാൻഡ് ഷൂട്ടുകളും അതുപോലെ തന്നെ ഫാഷൻ ഷോസുകളും തരാമെന്നും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ കാറ് അല്ലെങ്കിൽ ബൈക്ക് നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലവും തരാമെന്ന് പറഞ്ഞിട്ടാണ് പുതിയ സ്കാം നടന്നുകൊണ്ടിരിക്കുന്നത്. മോഡൽ ആവണമെന്ന ആഗ്രഹത്തിൽ നടക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ സ്കാമിൽ പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്യുക. നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അടുത്ത് അറിയുന്ന സുഹൃത്തുക്കളുടെ അടുത്തോ നിങ്ങൾ ഷെയർ ചെയ്യുക. ആ കമ്പനിയെ പറ്റി എൻക്വയറി ചെയ്യുക. മുന്നേ ആ കമ്പനിയിൽ വർക്ക് ചെയ്തവരോ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് മെസ്സേജ് അയച്ച് ചോദിക്കുക കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിൽസുകൾ. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവരുടെ നിന്നും ഇവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ബാഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാണെങ്കിൽ ഉടനെ തന്നെ ലീഗലി മൂവ് ചെയ്യുക. മാക്സിമം ഇങ്ങനത്തെ സ്കാമിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ ശ്രമിക്കുക. സ്റ്റേ സേഫ്. താങ്ക് യു. ഈ വീഡിയോക്ക് താഴെ അജ്മൽ TS എന്ന് പറയുന്ന മോഡലിംഗ് രംഗത്ത് തന്നെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കമന്റ് ഇട്ടു. അതായത് നീയും ഈ കമ്പനികളിലൊക്കെ ജോലി ചെയ്തിട്ടില്ല അമീനെ എന്നും പറഞ്ഞുകൊണ്ടാണ് അജ്മൽ കമന്റ് ഇട്ട്. അതിനെക്കുറിച്ച് അജ്മൽ തന്നെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഞാനൊരു കാര്യം പറയാം, പലർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പം ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് അമീൻ റഷീദ് എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ ഇടുവാണ്. കേരളത്തിലെ 20% മോഡലിംഗ് കമ്പനീസ് മോഡൽസിനെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് പറഞ്ഞ് സ്കാമിങ് നടത്തുകയാണെന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇടും. അപ്പോൾ ഞാൻ അതിനടിയിൽ പോയിട്ട് കമന്റ് ചെയ്യുന്നു, ഇതേപോലുള്ള മോഡലിംഗ് കമ്പനീസ് താങ്കളും വർക്ക് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നു. ഞാൻ ചെയ്തിട്ടുള്ള കമന്റ്സ് മൊത്തം ഞാൻ കാണിച്ചു തരാം. അപ്പം കമന്റ് നിങ്ങൾ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതേപോലുള്ള കമ്പനീസ് വർക്ക് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആൾ പറയുന്നു നോ പറയുന്നു. അപ്പോൾ ഞാൻ പുള്ളി വർക്ക് ചെയ്തിട്ടുള്ള, അതായത് സ്കാമിങ് നടന്നിട്ടുള്ളതല്ല, പുള്ളി വർക്ക് ചെയ്തിട്ടുള്ള കമ്പനികളെ പറ്റി ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കും. അപ്പോൾ ഉടനെ പുള്ളിക്കാരൻ അതിനെതിരെ സ്റ്റോറി ഇടുന്നു. ഇത് നാഷണൽ ന്യൂസ് ആക്കണം എന്നുള്ള രീതിയിൽ സ്റ്റോറി ഇടുന്നു. ഇത് സീരിയസ് ഇഷ്യൂ ആണ്. അജ്മൽ പറയുന്നത് കൊണ്ട് അജ്മലിന് പല കാര്യങ്ങളും അറിയാം. എന്തുകൊണ്ട് അജ്മൽ ഇത് ഇപ്പോൾ പ്രതികരിക്കുന്നു, പണ്ട് പ്രതികരിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ സ്റ്റോറികളൊക്കെ വരുന്നു. എനിക്കറിയാവുന്ന കാര്യം ഇതാണ്, മോഡൽസിൻ്റെ പൈസ വാങ്ങിയിട്ട് ഒരു റീലും 3 ഫോട്ടോയും വെച്ചാണ് കൊടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്കാമിങ്. അല്ലാതെ ഒരു മോഡൽസിനും വേറെ ഒരു മോഡലിംഗ് കമ്പനീസും വേറൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല. ഈ ഒരു സ്കാമിങ്ങിനെ പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ പുള്ളിക്കാരെ എങ്ങനെയാണ് വളച്ചൊടിച്ച് വേറെ രീതിയിലോട്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല. സ്റ്റോറിയും റീലും പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ കിടന്ന് കുറച്ച് റീച്ചായി. അങ്ങനെ കുറച്ച് പേരൊക്കെ ഇതൊക്കെ അറിഞ്ഞു രംഗത്ത് വന്നു. രംഗത്ത് വന്നപ്പോഴാണ് കാര്യങ്ങൾ മറ്റേ ഉൾട്ടയാവുന്നത്. വർക്ക് ചെയ്ത ഒരു ഫാഷൻ ടീം, നോട്ട് കമ്പനി, ഒരു ഫാഷൻ ടീമിൻ്റെ ഒരു ഫൗണ്ടർ ഇത് ഏറ്റുപിടിക്കുന്നു. പുള്ളിയുടെ പേര് JK എന്നാണ്. പുള്ളിക്കാരൻ കുറച്ച് ഇവനെതിരെയുള്ള കുറച്ച് അലിഗേഷൻസ് കൊണ്ടുവരുന്നു.
എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ എനിക്ക് ഇതിന്റെ പറയാൻ നടക്കാനുള്ള സമയം പിന്നെ JK എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാരന് ഒരു എന്റർടൈൻമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അജ്മലിന്റെ ഈ കമന്റുകൾക്ക് മറുപടി ആയിക്കൊണ്ട് അമീന് മറ്റൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ അജ്മലിനെതിരെയും JKക്കെതിരെയും അമീൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇത്രയും കാലം ഈ സ്കാമുകളൊക്കെ ഇവിടെ നടന്നിട്ടും നിങ്ങൾ ആരും എന്തുകൊണ്ടും മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അജ്മലിനെയും JKയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു അമീൻ വീഡിയോ ചെയ്തത്. എന്തായാലും അമീൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷമാണ് JK അമീനെതിരെ പലവിധ ആരോപണങ്ങളുമായി രംഗത്ത് വരാൻ തുടങ്ങിയത്. JKയുടെ ഒരു വീഡിയോ കണ്ടോക്കാം. മോഡലിംഗ് രംഗത്ത് മോഡൽസ് സേഫ് അല്ല, സെക്യൂർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമീൻ റഷീദ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മോഡൽസിനൊക്കെ ദുബായിക്കും ഈ പറഞ്ഞ സിംഗപ്പൂരൊക്കെ കിടക്കുന്നത്. അപ്പം എന്തായാലും ഫുൾ എവിഡൻസും തെളിവുകളും ഞാനത് ഇടുന്നുണ്ട്. കാണേണ്ടവർ കാണുക, അല്ലാണ്ട് അവനെ പോലെ മറ്റവരെ മനുഷ്യൻ അതാക്കിയിട്ട് നമുക്ക് ആവശ്യമില്ല. പിന്നെ അമീനെ മിനിമം എനിക്കെതിരെ കൊണ്ടുവരുമ്പോൾ ഒരു 1000 കോടിയുടെ കോഴെങ്കിലും കൊണ്ടുവരണേ, അല്ലെങ്കിൽ സിനിമാവും. എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ. പിന്നെ നീ വിചാരിച്ചേണ്ട ഇത് ഒന്നല്ലാന്ന് ഒരു 4 എണ്ണം വന്നിട്ടുണ്ട്. അതിൽ ഓരോരുത്തരുടെ സാധനങ്ങളും ഓരോന്നായിട്ട് വരുന്നുണ്ട്. അതിന് കണ്ടോ, മിണ്ടാണ്ടിരുന്ന ഒരു കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് നിന്നെ ഫോൺ വിളിച്ച് അജ്മലിനെതിരെ നീ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ നിന്നെ ഫോൺ വിളിച്ചത്. അപ്പൊ അതിൽ നിന്ന് 2 മിനിറ്റിൽ നിന്ന് ഇത്ര സെക്കൻഡ് മാത്രം എടുത്ത് ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്തുന്ന പറയരുത്. എന്തിനാ മോനിങ്ങനെ അപ്പോഴാണ്. ഓക്കെ, അപ്പൊ മോഡലിംഗ് രംഗത്ത് പെൺകുട്ടികൾ സേഫ് അല്ല എന്ന് പറയുന്ന ആള് തന്നെ UAE ഡാൻസ് ക്ലബ്ബുകളിലേക്ക് മോഡലിംഗ് ചെയ്യുന്ന പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നു എന്നാണ് അമീനെതിരെ JK ഉന്നയിക്കുന്ന ആരോപണം. അങ്ങനെ വെറുതെ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല JK ചെയ്തത്. മഹാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി തനിക്കുണ്ടായ അനുഭവം വിവരിച്ച് ചെയ്തൊരു വീഡിയോയും JK തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. அண்ணா, என் பேர் மகாலட்சுமி. நான் மும்பையில் இருக்கிறேன். அமீன் ரஷீத் எனக்கு ட்ரெயினராக இருந்தான் ஒரு ஈவெண்ட்ல. அவன் என்னை அபுதாபி ஆஃபர் சொல்லி மாடலிங் ஆஃபர் தந்து அபுதாபி கூப்பிட்டு போய் என்னை விற்கிற மாதிரி பிளான் பண்ணிட்டாங்கண்ணா. அப்புறம் ஏதோ ஒரு ரேட்டுக்கு விற்கிற மாதிரி பிளான் பண்ணிட்டாங்க. அங்கே போயிட்டு ரொம்ப ரொம்ப கஷ்டப்பட்டுட்டானா. ட்ரெஸ் எல்லாமே எனது ட்ராலி பேக் சூட்கேஸ்லேருந்து எடுத்துக்கிட்டாங்க உடச்சி. காசு எல்லாமே ரொம்ப செலவாகி கடனில் காசு வாங்கி எல்லாமே போயிடுச்சு. ஒரு நோக்கத்தோடு அங்கே போயிருந்தேன். பட் எல்லாமே டேமேஜ், லைஃப்பில் டேமேஜ் பண்ணி என்னை விழ வச்சு ரொம்ப ஒரு டிப்ரெஷன் 1 மந்த்தில் இருந்து இன்னும் நான் வெளியே வர முடியல, ஒன்றுமே பண்ண முடியல. எனக்கு கொஞ்சம் நீங்கள் தான் ஹெல்ப் பண்ணணும், கொஞ்சம் ஹெல்ப் பண்ணி தாங்கண்ணா ப்ளீஸ்ண்ணா. ஒன்றுமே பண்ண முடியல, நான் ரொம்ப கஷ்டத்தில் இருக்கிறேன். காசும் இல்லை கையில். இன்னமும் மாக்கிங் பண்ணிட்டு இருக்கிறான் அமீன் ரஷீத் சேட்டில். என்ன ரொம்பவே கிண்டல் கேள்வி, ரொம்பவே கஷ்டமா இருக்குது. எனக்கு கொஞ்சம் ஹெல்ப் பண்ணி விடுங்கண்ணா ப்ளீஸ்ண்ணா. ഓക്കെ, അപ്പൊ മഹാലക്ഷ്മിയുടെ ആരോപണം എന്ന് പറഞ്ഞത് കുറച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ്. അമീൻ തന്നെ അബുദാബിയിൽ കൊണ്ടുപോയി വിൽക്കാൻ നോക്കി എന്നൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും മഹാലക്ഷ്മി വീഡിയോ ചെയ്തതിന് ശേഷം അമീൻ ഈ പെൺകുട്ടിയെ തെറി വിളിച്ചുകൊണ്ട് അയച്ച വോയിസ് ക്ലിപ്പും JK പുറത്തു വിട്ടിട്ടുണ്ട്. അതൊന്ന് കേട്ടോക്കാം. മോളെ, നീ ഈ പറയുന്ന ഉണക്ക് തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിലും നീ വലിയ മദർ അല്ലെങ്കിലും കാര്യങ്ങൾ നീ ഒരു കാര്യം ചെയ്യും. നീ ഈ കേരളത്തിലോട്ട് പോവാ, അല്ല നീ കുടിഞ്ഞി നിന്ന് പോലും നിനക്ക് ഇവിടെ നിന്ന് വന്നൊരു മൈരും ചെയ്യാൻ പറ്റത്തില്ല. നാളുണ്ട് ഉളുപ്പുണ്ട് ഒരു പട്ടി. ഒരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ നിന്നെ സംഭവിച്ചു. ഒരു പട്ടിയോട് പോലും മൈൻഡ്, ഒരു പട്ടി വിലയുണ്ട് ഒരു പട്ടി. ഇത് ഉണക്ക് വല്ല നാളുകളാണ്. നാളെ ഉളുപ്പില്ലടി പോയി ചത്തോടെ എടുത്തേ. ചതി തെറിഷ്ട ഒരു പെൺകുട്ടിയെ വിളിക്കാൻ പറ്റിയ തെറിയാണിത്. എന്തായാലും ഇതിന് ശേഷം അമീൻ തന്റെ ഭാഗം സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടോക്കാം. അപ്പൊ ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്നെ വിറ്റ് റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ളൊരു നെഗറ്റീവ് ആയിരിക്കും ഇത്. ബിക്കോസ് ഇനി നിങ്ങളുടെ വീഡിയോയ്ക്ക് ഞാൻ റിയാക്ട് ചെയ്യാനോ നിങ്ങളുടെ എതിരെ സ്റ്റോറി ഇടാനോ ഇതിന്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് ഒന്നും ഞാൻ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അർച്ചീവ് ചെയ്തു. കാരണം എന്താണെന്നറിയോ, ഈ ലോകത്ത് പോലീസും പട്ടാളവും ഒന്നും ഇല്ലാത്ത ഒരു രാജ്യം ഈ ലോകത്ത് എൻ്റെ അറിവിൽ ഇല്ല. ഓക്കെ, അപ്പം സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉൾപ്പെടെ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. ഒന്ന് ലീഗലി പോയാൽ പോലും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവൻ കുറ്റക്കാരാണെങ്കിൽ പിന്നെ അവന്റെ കാര്യത്തിൽ തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഈ ലോകത്ത് ആർക്കും ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പം സ്റ്റിൽ ഞാൻ ഇതുവരെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ ഇങ്ങനെ പന പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ ന്യൂസ് ഫേക്ക് ആണെന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നിങ്ങൾ
ലീഗലി മൂവ് ചെയ്ത് പോകാത്ത പക്ഷം ഞാൻ ഒരു വീഡിയോ ഇടാനോ റിയാക്ട് ചെയ്യാനോ ഒന്നിനും ഒരു കമന്റ് പോലും ഞാൻ ഇടാനില്ല. ഇത്രയും നേരവും പേര് പറഞ്ഞ വ്യക്തികളെ ആരാന്ന് പറയാത്ത റീസൺ ഈ പേര് പറഞ്ഞു പോയി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇൻസ്റ്റാഗ്രാം സെർച്ച് പോലും ഒരു ഫോളോ ബട്ടൺ ഇനി അമർത്തരുത്. ഓക്കെ, സോ എന്തായാലും എൻ്റെ കാര്യങ്ങൾ ഞാൻ വൃത്തിയായിട്ട് ഒരു സൈഡിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൈനൽ റിസൾട്ട് എന്തായാലും കിട്ടുമ്പോൾ ഞാൻ ഇടുന്നതാണ്. ഇനി നിങ്ങൾ കഷ്ടപ്പെട്ട് എൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് മാങ്ങയുള്ള മാവിലെ കല്ലെറിയുന്നു. എന്തായാലും എനിക്ക് ഈ ഒരു പ്രശ്നം കാരണം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം റീച്ച് ആയിട്ടുള്ള പേഴ്സണാണ്. എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ച ഒരു പൊസിഷൻ എത്തിയെന്നും ഞാനൊന്ന് സക്സസ് ആയി തുടങ്ങിയെന്നുമാണ് എനിക്ക് മനസ്സിലായത്. സോ ഞാൻ ഒന്നിനും ഇനി റിയാക്ട് ചെയ്യാനില്ല. ഞാൻ റിയാക്ട് ചെയ്യുമ്പോഴും നീയൊക്കെ റീച്ച് ആവുന്നത്. അങ്ങനെ എൻ്റെ റിയാക്ഷൻ കൊണ്ട് നീ ഒന്ന് റീച്ച് ആവണ്ട, മനസ്സിലായോ? ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ഫെയിമും ഈ ഒരു എന്താ പറയുക സപ്പോർട്ടും ഒന്നും നിന്നെയൊക്കെ പോലെ ഇങ്ങനെ കണ്ടോമാരെ വിറ്റുണ്ടാക്കിയതല്ല. അതുകൊണ്ട് എനിക്ക് എന്നോട് താല്പര്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ റിയാക്ട് ചെയ്യാത്ത പക്ഷം എന്ത് ചെയ്യുക? പിന്നെ എന്നെ നെഗറ്റീവ് രീതിയിലാണെങ്കിൽ നിങ്ങളുടെ രീതിയിൽ നെഗറ്റീവ് രീതിയിലാണെങ്കിലും 10 പേരെ മുന്നിൽ എത്തിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, 10 വീഡിയോ ഞാൻ ഇനി ഇടുമ്പോഴും ഞാൻ എന്താണെന്നുള്ള കാര്യം ആളുകൾ മനസ്സിലാക്കും. ഇത്രയും നാളും എന്നെ കാണാത്ത ആളുകളെ നെഗറ്റീവിലൂടെ നിങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ നെഗറ്റീവ് കാണാൻ വേണ്ടിയിട്ട് എന്നെ ആളുകൾ ഫോളോ ചെയ്യുമല്ലോ, അവരെങ്കിലും ഇനി അപ്കമിങ് എൻ്റെ വീഡിയോസ് കാണുമല്ലോ. അങ്ങനെയെങ്കിലും എൻ്റെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, സോ ഇനി സ്റ്റുഡൻസിനോടാണ്, അവരുടെ പേരൻസിനോടുമാണ്. എന്നെ വിശ്വാസം ഉണ്ടെങ്കിലും എൻ്റെ സർവീസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂമിങ്ങിൻ്റെ അകത്ത് എൻ്റെ മോഡലായിട്ട് വന്നിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും മോഡൽസിനും എല്ലാവർക്കും എന്നെ പേഴ്സണൽ അറിയാമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, നോ പ്രോബ്ലം. എനിവേ, താങ്ക് യു. ഇനി ഒരു റിയാക്ഷനും ഇല്ല. ദിസ് ഈസ് മൈ ലാസ്റ്റ് വീഡിയോ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി. താങ്ക് യു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വെറുതെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ ധൈര്യമായി പോയി കേസ് കൊടുക്കുക എന്നാണ് JKയും മഹാലക്ഷ്മിയും അമീന് വെല്ലുവിളിക്കുന്നത്. അല്ല, അതൊരു പോയിന്റ് ആണ്. വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് അമീൻ ഇവിടെ സംസാരിക്കുന്നത്. നേരത്തെ മഹാലക്ഷ്മി പറഞ്ഞത് അബുദാബിയിൽ കൊണ്ടുപോയി എന്റെ പൈസയും വസ്ത്രങ്ങളും എല്ലാം തട്ടിയെടുത്തു, എന്റെ ജീവിതം തന്നെ തകർത്തു എന്നൊക്കെയാണ്. അല്ലെ, അമീൻ കാരണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇവരെന്തുകൊണ്ടാണ് അമീനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അമീനെതിരെ നിയമപരമായി നീങ്ങുന്നതിനെ കുറിച്ച് JKയോ മഹാലക്ഷ്മിയോ എവിടെയും സൂചിപ്പിക്കുന്നില്ല. അമീനെതിരെ നിങ്ങൾ എത്ര വീഡിയോ വേണമെങ്കിലും ചെയ്തോളൂ, എത്ര പോസ്റ്റ് വേണമെങ്കിലും ഇട്ടോളൂ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ അയാൾക്കെതിരെ നിയമപരമായി നീങ്ങാനും തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പറയുന്ന പോലെ UAE പെൺകുട്ടികളെ കൊണ്ടുപോയി വിൽക്കുന്ന ഒരാളാണ് അമീനെങ്കിൽ അയാൾ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും ഗുരുതരമായ ക്രൈം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന ആൾക്കെതിരെ വെറുതെ കുറെ വീഡിയോകൾ മാത്രം ചെയ്തുകൊണ്ട് എന്താണ് കാര്യം? ചിലപ്പോൾ അയാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും, അയാളുടെ കരിയർ നിങ്ങൾക്ക് തകർക്കാൻ പറ്റിയേക്കും. പക്ഷെ ഇത്രയും കാലം അയാൾ ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞ തെറ്റുകൾക്കുള്ള ശിക്ഷ അയാൾക്ക് കിട്ടേണ്ടേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ കേസൊന്നും കൊടുക്കാതെ വെറും ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചിട്ട് അത് വിശ്വസിക്കാൻ ഇപ്പൊ പണ്ടത്തെ പോലെ ആളുകളെ കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് തന്നെ അമീൻ റഷീദ് JK എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയും അതുപോലെ തന്നെ അജ്മലിനെതിരെയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തതിന് ശേഷമാണ്. അതിനുള്ള പ്രതികാരം എന്നോണമാണ് JK അമീനെതിരെ പലവിധ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. അതായത് JKയും അമീനും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് ഈ പ്രശ്നം ഇത്രയും വലുതാക്കിയത്. സോ ഇവർ രണ്ടുപേരും പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്, അതുപോലെ തന്നെ ഇവരിൽ ആരെ വിശ്വസിക്കണം എന്നതിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അമീനുമായിട്ടുള്ള ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അബുദാബിയിലെ ഡാൻസ് ക്ലബ്ബിൽ പോയതിനു ശേഷമുള്ള തന്നെ അനുഭവവും ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോസ് ആണല്ല, അതുകൊണ്ട് തന്നെ അത് മുഴുവനായി ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. ആക്ച്വലി ഡാൻസ് ബാറിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമീൻ മഹാലക്ഷ്മിയെ അപ്രോച്ച് ചെയ്യുന്നത്. മഹാലക്ഷ്മി തന്നെയാണ് ആ ജോലി ചൂസ് ചെയ്തത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമീൻ പറഞ്ഞിരുന്നത് ഇത് ടിപ്പിക്കൽ ഡാൻസ് ബാർ അല്ല, ഇനി ഒരു സൈഡിൽ നിന്ന് ഡാൻസ് കളിച്ചാൽ മാത്രം മതി, അവിടെ വരുന്ന ആളുകൾക്ക് നിന്റെ അടുത്ത് വരാനോ നിന്നെ തൊടാനോ ഒന്നും കഴിയില്ല, എല്ലാം കൊണ്ടും സേഫ് ആണ് എന്നായിരുന്നു. എന്നാൽ അവിടെ ചെന്നതോടെ കഥ മാറി. അതിനെക്കുറിച്ച് മഹാലക്ഷ്മി തന്നെ പറയുന്നത് കേട്ടോക്കാം. The thing what is happening there was like they show the guest who likes any girls. So there was one guest, they were showing me that this guest likes you, and it's like okay. They were making me do things, forcing me, which I am not okay at all. They were telling me go to guest, be close and all, but why? Because like they said you can do whatever you want and you can earn, but like they were forcing me to do some illegal activity and all. Like I got to heard that within 1 month no one can earn 2 lakhs, 2 lakhs any first. If she is ready to do the adjustment in the name of shopping, there is something happening inside the room with the guest, then only one can earn the lakhs, 2 lakhs. Otherwise we have to
be in their control for 3 months. After 3 months only they will give us good sort of amount, which I am not okay at all. I don't want to earn money like this, and it was very depressing situation which I was facing in my life. So I say, Amin Rashid, this is not happening. So he starts fights with me, and he was like, okay, I will speak to the boss and arrange your ticket from Abu Dhabi to India back. I will continue, guys. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അതായത് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ചാൽ മാത്രം മതി എന്ന് അമീൻ ഉറപ്പ് കൊടുത്തത് കൊണ്ടാണല്ലോ മഹാലക്ഷ്മി ഡാൻസ് ബാറിൽ ജോലിക്ക് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ ഡാൻസ് ബാർ നടത്തുന്ന ആളുകൾ മഹാലക്ഷ്മിയോട് അവിടെ വരുന്ന ഗസ്റ്റിന് അടുത്തേക്ക് ചെല്ലാൻ നിർബന്ധിച്ചു. ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാനും ആവശ്യപ്പെട്ടു. അതായത് വെറുതെ ഡാൻസ് കളിച്ചാൽ മാത്രം പോരാ, അവിടെ വരുന്ന അതിഥികളെ സന്തോഷിപ്പിക്കുകയും കൂടി വേണം. എന്നാൽ മാത്രം ഈ പറയുന്ന പോലെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ പറ്റുമെന്ന് മഹാലക്ഷ്മിക്ക് മനസ്സിലായി. പക്ഷെ മഹാലക്ഷ്മി അതിന് തയ്യാറായിരുന്നില്ല. അവൾ എന്താക്കി അമീനെ വിളിച്ച് കാര്യം പറഞ്ഞു. പക്ഷെ അമീൻ തിരിച്ച് തെറിയാണ് പറഞ്ഞത്. അങ്ങനെ ഒടുവിൽ താൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുക എന്ന് മഹാലക്ഷ്മി മറ്റൊരു വീഡിയോയിൽ പറയുന്നു. എന്തായാലും എനിക്കിവിടെ മഹാലക്ഷ്മിയോടും ജെകെയോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അമീൻ റഷീദിനെതിരെ പോലീസിൽ പരാതി കൊടുക്കുക, നിയമപരമായി നേരിടുക. എന്നാൽ മാത്രമേ ആളുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് അമീനും ജെകെയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പുറത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് ആളുകൾ കരുതത്തുള്ളൂ. ആക്ച്വലി മഹാലക്ഷ്മി അബുദാബിയിൽ പോലീസിൽ തന്നെ പരാതി കൊടുക്കാമായിരുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അത്രയും പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമമാണ്. തന്നെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാണെങ്കിൽ സാമാനം ചെത്തിക്കളയുന്ന നാടാണ്. എന്തായാലും അങ്ങനെ പരാതി നൽകാനൊന്നും മഹാലക്ഷ്മി തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നെ മഹാലക്ഷ്മിയുടെ വീഡിയോ കണ്ടെടുത്തോളം അവരെല്ലാം നോക്കി വായിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവന്റ് അല്ലാത്തതുകൊണ്ട് എല്ലാം എഴുതി വെച്ച് നോക്കുന്നതാകാം. എന്തായാലും ഇതെല്ലാം കേട്ടെടുത്തോളം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്മീന്റെ തെറിവിലേക്ക് കേട്ട് കഴിഞ്ഞാണെങ്കിൽ ആളത്ര വെടിപ്പല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഡാൻസ് ബാറിലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അറിയാലോ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം ജോലികൾക്ക് വില്ലിംഗ് ആയി പോകുന്നവർക്ക് ആ ഒരു ബോധം ഉണ്ടാവേണ്ടതാണ്. എന്തായാലും ജെകെ പോയി വെറുതെ ചൊറിഞ്ഞതിന് ഇപ്പൊ നല്ല പണിയാണ് അമീന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.